സാർ നമസ്കാരം. നമസ്കാരം. ആരായിരിക്കും കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ കേരളം പങ്കുവയ്ക്കുന്നത്. മാരത്തൺ ചർച്ചകൾ 10 ദിവസമായി ഡൽഹിയിൽ നടക്കുന്നു. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള ചെറുതും വലുതുമായ നിരവധി നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരുമായി രാഹുൽ ഗാന്ധിയും അതുപോലെ ഇപ്പോൾ സോണിയാഗാന്ധിയുമായി പലരും ആശയവിനിമയം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിൽ പ്രധാനമായും 3 നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ആർക്കാണ് കൂടുതൽ സാധ്യത എന്ന് പറയപ്പെടുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ KC വേണുഗോപാലിലേക്ക് അവസാനം ചെന്ന് ചേരും എന്നുള്ള ഒരു ധാരണയാണ് പരക്കുന്നത്. എന്നാൽ ഇതിന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഓരോ MLA-മാരെയും MP-മാരെയും മാറി മാറി രാഹുൽ ഗാന്ധി കണ്ടതിൽ ഏറ്റവും കൂടുതൽ സമയം കണ്ടത് K. മുരളീധരനാണ്. MLA-മാരുടെ കൂടുതൽ പിന്തുണ KC വേണുഗോപാലിനുണ്ട്, MP-മാരുടെ പിന്തുണയുണ്ട്, KPCCയുടെ പിന്തുണയുണ്ട് KC വേണുഗോപാലിന്. എന്നാൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനാണ് ജനകീയ സ്വീകാര്യത എന്ന് കൃത്യമായി തന്നെ മുരളീധരൻ രാഹുൽ ഗാന്ധി അറിയിച്ചു. ഘടകകക്ഷികളുടെ താല്പര്യം VD സതീശനാണ്. ജനകീയ സ്വീകാര്യത അല്ലെങ്കിൽ ജനവികാരം മറന്നുകൊണ്ടൊരു തീരുമാനം എടുക്കരുത് എന്ന് മുരളീധരൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് രാഹുൽ ഗാന്ധി ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിലേക്ക് പ്രതിസന്ധിയിലായി. അവസാനം സോണിയാഗാന്ധിയിലേക്ക് തീരുമാനം എത്തിയിരിക്കുന്നു. ഇന്ന് 11 മണിക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജുൻ ഖാർഗെയും ചേർന്ന് മീറ്റിംഗ് ഉണ്ട്. ഇതിൽ തീരുമാനമാകും എന്ന് പറയപ്പെടുന്നു. എന്താണ് സാറിന് പറയാനുള്ളത്? അതായത് ഇത് കൈവിട്ട് പോയ കളിയായി മാറിയിരിക്കുകയാണ് കേരളത്തില് UDF മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്. 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയ വലിയ ജനരോഷമുണ്ട്. ആ ജനരോഷത്തെക്കാൾ മറികടക്കുന്നതാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ ഉണ്ടായ അറപ്പും വെറുപ്പുമുള്ള ജനരോഷത്തെ പോലെയാണ് ഇപ്പോൾ KC വേണുഗോപാലിനെതിരെയും അതേപോലെ രാഹുൽ ഗാന്ധിക്കെതിരെയും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന MLA-മാര് MP-മാർക്കെതിരെയും ഇപ്പോൾ ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി എറണാകുളത്തുള്ള ബെന്നി ബെഹനാൻ MLA പെരുമ്പാവൂരിൽ വെച്ച് കോൺഗ്രസിന്റെ പ്രവർത്തനം തടയുകയും VD സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറയുകയും ചെയ്ത ഇതിന്റെ വീഡിയോ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഫി പറമ്പലിന്റെ എതിരെ വ്യാപകമായ രൂപത്തിലുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള കമന്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിൽക്കാത്ത ആയിരക്കണക്കിന് ആളുകൾ ഒരേപോലെ KC വേണുഗോപാലിനെ ചീത്ത പറഞ്ഞുകൊണ്ടും ഷാഫി പറമ്പലിനെ വളരെ മോശപ്പെടുത്തിക്കൊണ്ടും അതേപോലെ രാഹുൽ ഗാന്ധിക്കുള്ള ഇമേജ് തകർത്തുകൊണ്ടും ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും അതിലെ സോഷ്യൽ മീഡിയയിലെ പ്രചരണവും നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. സാധാരണ പ്രവർത്തകരാണ് ചെയ്യുന്നത്. ഇത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒരേപോലെ ഇങ്ങനെ ഇതേപോലെ പോസ്റ്റ് ഇടുകയാണ്. ഇന്നലെ തന്നെ നമ്മുടെ KC വേണുഗോപാലിന്റെ ഒരു മിന്നൽ ഉണ്ടായി മരിച്ച 4 കുട്ടികൾക്ക് വേണ്ടിയുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ ഏകദേശം ഈ നിമിഷം വരെ രാത്രി തുടങ്ങി ഇതുവരെ 12,000 കമന്റുകൾ വന്നിട്ടുണ്ട്. ഈ 12,000-ഓളം കമന്റുകളും KC വേണുഗോപാൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ തന്നെ KC വേണുഗോപാലിനും ആദരാഞ്ജലി അർപ്പിക്കുകയാണ്, UDF-നും ആദരാഞ്ജലി അർപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം അദ്ദേഹം VD സതീശനെ തന്റെ സ്ഥാനം തട്ടിയെടുത്തിരിക്കുന്നു. VD സതീശനാണ് പ്രവർത്തിച്ചത്. KC വേണുഗോപാൽ കാരണവരാണ്. ആ കാരണവർ വിവാഹം നടത്തിയ ശേഷം മണിയറയിൽ പ്രവേശിച്ച് വരന് വരം പ്രവേശിക്കുന്നത് കാരണവരാണ് എന്ന് അതുപോലെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലുള്ള ആയിരക്കണക്കിന് 12,000-ഓളം കമന്റുകൾ ഒറ്റ പോസ്റ്റിൽ നിന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് സമയം ചെലവഴിക്കാനാണെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കൊന്നും ഉണ്ടാവില്ല. അത്രയും വളരെ മോശമായ രൂപത്തിലാണ് കേരളത്തിലെ UDF പ്രവർത്തകരും കോൺഗ്രസിന് UDF-ന് ആളുകളും രോഷാകുലരായി പോസ്റ്റ് ചെയ്യുന്നത്. ഇത് എല്ലാ ഭാഗത്തും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്ത ഒരു MLA-ക്കും ഒരു MP-ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ഇന്നലെ ബെന്നി ബെഹനാൻ രക്ഷപ്പെട്ടത് വാക് സാമർത്ഥ്യമുള്ളതുകൊണ്ട് മാത്രമാണ്.
അല്ല എങ്കിൽ വാക്സാമർത്ഥ്യമില്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത്രയ്ക്കും ജനരോഷം കത്തിപ്പടരുകയാണ്. അതിന് ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഡൽഹിയിലെ രാഹുൽ ഗാന്ധി ഒരു പൊറാട്ട് നാടകം നടത്തുന്നത്. അതായത് ഇതില് വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിപ്പിക്കുന്നു. അത് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന്, അത് KC വേണുഗോപാലിനെ വേണ്ടി നിൽക്കുന്ന കുറെ ആളുകളാണ് എന്നുള്ള കാര്യം. KC വേണുഗോപാലിനെ വേണ്ടി മാത്രം നിൽക്കുന്ന അത്തരം ആളുകളെ പ്രത്യേകിച്ച് ക്ഷണിച്ച് ഡൽഹിയിൽ വിളിച്ച് അവരുടെയൊക്കെ പിന്തുണയുണ്ട് എന്ന് വരുത്താനാണ് ശ്രമം. എന്നാൽ കാര്യകാരണ സഹിതം ഇന്നലെ സംസാരിച്ചിട്ടുള്ളത് K മുരളീധരനും അതേപോലെ PM സുധീരനുമാണ്. അവര് വളരെ ഗൗരവത്തോട് കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ കോൺഗ്രസ് തകരരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. VD സതീശനെ ഞങ്ങൾക്ക് പ്രത്യേകമായി താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ശക്തമായി സഭയ്ക്കകത്തും പുറത്തും പ്രവർത്തിക്കുക മാത്രമല്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ ഇലക്ഷനിലും ഇലക്ഷൻ ജനറിംഗ് പ്രവർത്തനം നടത്തുകയും കേരളത്തിലെ ഓരോ ബൂത്ത് തലത്തിലും UDF പ്രവർത്തകരെ സജ്ജമാക്കുകയും ഈ ഇലക്ഷനിൽ വിജയിപ്പിച്ചതും അദ്ദേഹമാണ്, അല്ലാതെ വേറെ ആരുമല്ല. അങ്ങനെയുള്ള ആള് കൃത്യമായി അദ്ദേഹത്തിന് തന്നെയാണ് അവസരം കൊടുക്കേണ്ടത്. കാരണം ജനങ്ങൾ ഒറ്റക്കെട്ടായി VD സതീഷിന്റെ കൂടെയാണ് എന്ന് കൃത്യമായി തന്നെ ധരിപ്പിച്ചു മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം കൊണ്ടല്ല, ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത ആസൂത്രണം ചെയ്ത പ്രതിഷേധം കൊണ്ടല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താ, എല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരും പറഞ്ഞതോടുകൂടി കൊണ്ടുപോയി ബോർഡ് കൊണ്ടുപോയി പ്രകടനം നടത്തിയെന്ന. പക്ഷെ ഒരു നേതാവ് തന്റെ ഇംഗിതം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്ന അണികളാണ് കേരളത്തിലുള്ളത്. അവരുടെ വികാരം കാത്തിരിക്കുകയാണ് അണികൾ. നിങ്ങൾ കാത്തിരിക്കൂ, ഇവിടെ രാഹുൽ ഗാന്ധി കൃത്യമായി നിലപാടെടുക്കും. ആ നിലപാടെടുക്കും എന്ന് പറയുന്ന ഒരു വാക്ക് രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ചിട്ടാണ് VD സതീശൻ പറയുമ്പോൾ വിശ്വസിക്കും. ആ VD സതീശൻ പറയുന്ന വാക്ക് വിശ്വസിച്ചിട്ടാണ് 10,000 ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി കൃത്യമായി സമരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുമ്പോൾ, വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ അതൊരു വാക്ക് ശരിയായ നേതാവിന്റെ ഒരു വാക്ക് മതി. ആ നേതാവിന് വിശ്വാസമില്ലെങ്കിൽ ആ അണികൾ നിൽക്കില്ല, അവിടെ കലാപം ഉണ്ടാക്കും. AK ആന്റണി പറഞ്ഞിട്ടുണ്ട്, മത്സരത്തിൽ ഇല്ലാത്ത ആളുകളെ ഈ സ്ഥാനത്തേക്ക് കെട്ടിയിറക്കേണ്ടതില്ല, ജനവികാരം മാനിക്കണം എന്ന് കൃത്യമായി തന്നെ AK ആന്റണി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രത്യേക പശ്ചാത്തലം മനസ്സിലാക്കണം, ജനവികാരം മനസ്സിലാക്കാൻ എടുക്കുന്ന തീരുമാനങ്ങൾ കോൺഗ്രസിനെ വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സോണിയാഗാന്ധിയുമായി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവസാന നിമിഷത്തിൽ സോണിയാഗാന്ധിയുടെ കോർട്ടിലാണ് പന്ത് എന്നറിയുന്നു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നു. അതായത് VD സതീശനും KC വേണുഗോപാലും തമ്മിൽ ഇങ്ങനെ ഒരു മത്സര അഭിമുഖമായി നിൽക്കുമ്പോൾ പകരം ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കിയിട്ട് മറ്റൊരാളിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതകൾ കാണുന്നു. അവിടെയാണ് സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയുടെ സാധ്യത പൊങ്ങി വരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ അത്തരത്തിലും ഒരു തീരുമാനം കൈക്കൊണ്ട് ഹൈക്കമാൻഡ് മുന്നോട്ട് പോവുകയാണെങ്കിൽ UDFനെ ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ട് ഈ 5 വർഷക്കാലം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ബഹുദൂരം മുന്നോട്ട് നടക്കുകയും ചരിത്രത്തിൽ കോൺഗ്രസിന് ഇല്ലാത്തൊരു ഭൂരിപക്ഷം 63 സീറ്റ് 102 സീറ്റോടുകൂടി അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത VD സതീശനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മാറ്റി ഒതുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് രാഹുൽ ഗാന്ധിക്കും AICCക്കും അതുപോലെ കേരളത്തിൽ കോൺഗ്രസിനും വലിയ ക്ഷീണം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായിരിക്കും സാർ ഇതിലൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത? തീരുമാനം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഇപ്പോൾ കൃത്യമായി തന്നെ VD സതീഷിന്റെ കൂടെയാണ്. മാത്രമല്ല അവർ ഒരു ഫോർമുല വെച്ചിട്ടുണ്ട്, 2.5 വർഷക്കാലം VD സതീശൻ നയിക്കട്ടെ, അതിനുശേഷം 2029 ദേശീയ ഇലക്ഷൻ നടക്കുമ്പോൾ വീണ്ടും ഇലക്ഷൻ വരും. ആ സമയത്ത് മൊത്തത്തിൽ ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിലും വീണ്ടും ഇലക്ഷൻ വരും. അങ്ങനെയുള്ള ആ സമയത്തോ അതിന് മുമ്പായിട്ടോ KC വേണുഗോപാലിന് 2.5 വർഷം കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുക. അത് രണ്ടുപേരും അംഗീകരിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. സോണിയാഗാന്ധി ലീഗുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലീഗ് കൃത്യമായി തന്നെ അവരുടെ നിലപാട് അറിയിച്ചു. അതായത് കർണാടക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയെ KC വേണുഗോപാൽ ലീഗിന്റെ ആസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ലീഗ് തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. ലീഗിന്റെ പ്രവർത്തക സമിതി അംഗങ്ങളും ജില്ലാ നേതൃത്വവും ഇപ്പോൾ ലീഗിനോട് ആവശ്യപ്പെടുന്നത്
കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ പുറമേ നിന്ന് പിന്തുണ കൊടുത്താൽ മതി. അത്രത്തോളം കടുത്ത തീരുമാനത്തിലേക്ക് ലീഗ് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ നെറികെട്ട ഒരു രാഷ്ട്രീയ സമീപനം കൊണ്ടാണ്. ഇവിടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് നശിച്ച് നാമാവശേഷമായി. കേരളത്തിൽ മാത്രമാണ് ഈ 5 സ്റ്റേറ്റുകളിലും ഇലക്ഷൻ നടന്നപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ജയിക്കാതിരുന്നത്? KC വേണുഗോപാൽ കൊമ്പത്തെ രാജാവാണെങ്കിൽ ഈ 4 സ്റ്റേറ്റിൽ പോട്ടെ, പുതുച്ചേരിയിലെങ്കിലും ഒന്ന് ജയിച്ച് കാണിക്കണ്ടേ? എന്തിന് ആസാമിൽ ജയിച്ച് കാണിക്കണ്ടേ? അവിടെ ഒറ്റയ്ക്കല്ലേ, അവിടെ കോൺഗ്രസ് അല്ലേ പ്രതിപക്ഷം. അതേപോലെ ബംഗാളിൽ ഒരു 25 സീറ്റെങ്കിലും നേടി കാണിക്കണ്ടേ? എന്തിന് തമിഴ്നാട്ടിൽ DMK-യുടെ കൂടെ ചേർന്ന 5 സീറ്റാണ് കിട്ടിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർട്ടിക്ക് 5 സീറ്റാണ് തമിഴ്നാട്ടിൽ എന്ന് പറയുമ്പോൾ നാണക്കേടല്ലേ? അപ്പൊ ഇവിടെയൊക്കെ തന്നെ കോൺഗ്രസ് നശിച്ചു. കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് 66 സീറ്റ്, 63+3 സീറ്റ്, 66 സീറ്റോട് കൂടിയിട്ട് നിൽക്കുന്നത്. അതിന് കാരണക്കാരൻ ആരാണ്? ഒരു നിലപാടുള്ള, വ്യക്തമായ വിഷനുള്ള, കൃത്യമായി നയിക്കാൻ കഴിവുള്ള, ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു നേതാവ് കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. ഓരോ ദിവസവും VD സതീശന്റെ കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ ഇടപെടലുകളും അതേപോലെ നിലപാടുകളും നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. അത് ശക്തവും വ്യക്തവുമായിരുന്നു. ആ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ VD സതീശനോടൊപ്പം നീങ്ങിയത്. VD സതീശൻ പറ്റുന്ന നേതാവാണ്, പിണറായി വിജയന് പകരം കേരളത്തിൽ നയിക്കാൻ പറ്റുന്ന നേതാവാണ് എന്ന് മനസ്സിലാക്കിയാണ് ബഹുഭൂരിപക്ഷം വരുന്ന CPM പ്രവർത്തകരടക്കം വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ശേഷം ഈ നമ്മളൊരു നേരത്തെ ഒരാൾ കമന്റ് ചെയ്ത പോലെ, അതായത് കല്യാണം കഴിപ്പിച്ച കാരണവര് കല്യാണം കഴിപ്പിച്ച ശേഷം മണിയറയിലോ അങ്ങേർക്ക് ആധിപത്യം വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? അത്രയും വൃത്തികെട്ട രൂപത്തിലേക്കാണ് ആളുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. സാറ്, കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും കൂടുതൽ നന്നായിട്ട് രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചത് മുരളീധരനാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം ഇപ്പൊ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുരളീധരൻ പറയുന്നു. ഒപ്പം ആലപ്പുഴയിൽ KC വേണുഗോപാൽ MP സ്ഥാനം രാജിവെച്ച് അവിടെ കോൺഗ്രസിന്റെ മറ്റൊരു സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ആ സീറ്റ് BJP കൊണ്ടുപോകും. അവിടെ ആ കോൺഗ്രസിന്റെ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണ KC വേണുഗോപാലിനെ മത്സരിപ്പിച്ചത്. ഈ ഒരു ചിത്രം കൃത്യമായി നിലവിൽ നിൽക്കുക, അതായത് ലോക്സഭ അംഗങ്ങളുടെ ഇടയിൽ കോൺഗ്രസിന് പ്രമുഖമായൊരു സ്ഥാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോ മറ്റൊരു ആലപ്പുഴയിലെ MP സ്ഥാനം കൂടി നഷ്ടമാകുമ്പോൾ അത് വലിയ രാഷ്ട്രീയ വീഴ്ചയായിരിക്കും എന്ന് കൂടി മുരളീധരൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണല്ലോ. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ 3 ലക്ഷത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ട്. വെറും 77,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് KC വേണുഗോപാൽ വിജയിക്കുന്നത്. ഈ 77,000-ൽ 35,000-40,000 വോട്ട് അവിടുന്ന് ഇനിയും ശോഭാ സുരേന്ദ്രൻ പിടിക്കാൻ പറ്റും. KC വേണുഗോപാൽ ഇല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിക്കുക എളുപ്പമായിരിക്കും. അത് അവര് കഴിഞ്ഞ വർഷം 1,12,000 വോട്ട് അധികം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല സാറേ, ഇപ്പൊ ഈ കുറി നിയമസഭയിലേക്ക് BJP 3 സീറ്റുകൾ നേടി. സാക്ഷാൽ മോദി തന്നെ ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, പ്രചരണത്തിന് വേണ്ടിയിട്ട് ആലപ്പുഴയിലെത്താണെങ്കിൽ ചിത്രം മാറും, BJP സീറ്റ് കൊണ്ടുപോകും എന്ന് തന്നെയാണ് മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. BJP സീറ്റ് നേടിക്കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിൽ 3 സീറ്റിൽ നിന്ന് 30 സീറ്റിലേക്കും 30 പിന്നെ ഭരണത്തിലേക്കും കൊണ്ടുപോകാൻ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. അവർ ഇതേപോലെ മുമ്പ് നാഷണൽ ലെവലിൽ 2 സീറ്റിൽ മാത്രം ഒതുങ്ങിയ പാർട്ടിയായിരുന്നു. പിന്നീട് ഭരണത്തിലെത്തിയില്ലേ? അതിനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പൊ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൃത്യമായി സൃഷ്ടിച്ചത് ആരാണ്? KC വേണുഗോപാലാണ്. സത്യത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാൻ പ്രവർത്തിക്കാൻ താല്പര്യമില്ല, മുമ്പ് ഞാൻ ഓൾറെഡി വ്യക്തമാക്കിയതാണ്, അങ്ങനെയാണല്ലോ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് എന്നൊരു വാക്ക് അന്തസ്സോടെ പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാത്തത്? അദ്ദേഹം നേരത്തെ തന്നെ പണം കൊടുത്ത് ഓരോരുത്തരെയും സ്വാധീനിച്ച് ആ MLA അവർക്ക് കിട്ടുന്ന ഫണ്ട് AICCയുടെ ഫണ്ടാണ്, പക്ഷെ അത് KC വേണുഗോപാലാണ് ശരിയായി കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണ്. കുതിര കച്ചവടമാണ് KC വേണുഗോപാൽ നടത്തിയിരിക്കുന്നത്. അല്ലാതെ വേറെ അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് കേരളത്തെ പറ്റി പറയാനുള്ളത്? 5 വർഷം കൊണ്ട് അദ്ദേഹം വേറെ എവിടെയെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ട് അധികം ഇങ്ങനെ കോൺഗ്രസിന് അധികാരത്തിൽ എത്തിച്ചോ? നഷ്ടപ്പെടാൻ എവിടെയെങ്കിലും കോൺഗ്രസിന് ഉണ്ടാവും തിരിച്ചു കൊണ്ടുവന്നോ? എവിടെയും ഇല്ല. ഇന്ത്യയിൽ 12 സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി കോൺഗ്രസ് എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമാണ്.
അവിടെയും ഈ വിധത്തിൽ നശിക്കാനുള്ള കാര്യമാണ് ചെയ്യുന്നത്. കേരളത്തിൽ അതിന്റെ അടിത്തറ തകർക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളടക്കം പ്രതികരിക്കുന്നത്. അത് കണ്ടില്ല എന്നടിച്ച് KC വേണുഗോപാലിനെയോ പകരം ഇപ്പൊ രമേശ് ചെന്നിത്തലയെ തന്നെയോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇരുട്ടടി കിട്ടുന്ന പോലെ അവർക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. സുഗമമായി ഭരണം കൊണ്ടുപോകാനോ അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം പഴയതുപോലെ കോൺഗ്രസിന്റെ ഭരണത്തിലേക്ക് എത്തിക്കുവാനോ ഇനി അത്തരമൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്ന ജനവികാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്നെടുക്കുന്ന തീരുമാനം കേരളത്തിന്റെ ജനവികാരത്തെ മാനിച്ചുകൊണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, കണ്ടറിയാം. ഇപ്പോൾ സോണിയാഗാന്ധി ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലാണ്. അപ്പം അത് ബോധപൂർവമാണോ അല്ലയോ എന്ന് അറിയില്ല. അവരുടെ തീരുമാനം ചിലപ്പോൾ VD സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനം VD സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവർ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് സുഖമില്ലാത്ത ഹോസ്പിറ്റലായിരുന്നു. മുമ്പ് AK ആന്റണി മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ സോണിയാഗാന്ധി ഇപ്പോൾ കണ്ണിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിന്റെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കാൻ വലിയ അത്രയും ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. പഴുപ്പടി വരെ പോയിട്ട് ജാതകം വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമാണ് കാര്യങ്ങളെ വ്യക്തമാണ്. KC വേണുഗോപാലിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. അതിന് പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും എതിരാണ്. രാഹുൽ ഗാന്ധിയാണ് അവസാനം കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന അന്തകനായി മാറാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. കാരണം സ്വന്തം സുഹൃത്തിനെ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നിഷ്പക്ഷമായി നിൽക്കുന്നില്ല എങ്കിൽ രാഹുൽ ഗാന്ധി ഇനി കേരളത്തിൽ വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് തന്നെയാണ് വയനാട്ടിലും അതേപോലെ മലപ്പുറത്തുമൊക്കെ വലിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജ് ഒറ്റയടിക്ക് താഴേക്ക് പതിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിലൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് മലബാർ മേഖലയിൽ നിന്ന് വരുന്ന വിവരം.